എന്തുകൊണ്ട് നമ്മൾ പുസ്തകങ്ങൾ വായിക്കണം എന്ന് പറയുന്നു? വൈ ഐ റീഡ്? എന്താണ് പുസ്തകങ്ങളുടെ ഇമ്പോർട്ടൻസ് നമ്മുടെ ലൈഫിലുള്ളത്? വിക്ടർ ഹ്യൂഗോയുടെ പ്രശസ്തമായൊരു വരിയുണ്ട്, ഒരു സ്കൂൾ തുറക്കുന്നവൻ 1000 ജയിലുകൾ അടയ്ക്കുന്നു എന്നത്. എന്നാൽ ഞാനത് പറയുന്നത്, ഒരു ലൈബ്രറി തുറക്കുന്നവൻ 1000 സംസ്കാരങ്ങളിലേക്കുള്ള വാതിലുകൾ തുറന്നിടുന്നു. അതായത് ഒരു ലൈബ്രറി തുറക്കുമ്പോൾ അതിലെ പുസ്തകങ്ങൾ മനുഷ്യനെ ശുദ്ധീകരിക്കും, അവൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കും, അറിവിൻ്റെ വെളിച്ചത്തിലേക്കുള്ള ജാലകങ്ങൾ അവന് മുന്നിൽ തുറന്നിട്ട് കൊടുക്കുന്നു. ആൻറ്റൺ ചെഖോവിൻ്റെ വളരെ പ്രശസ്തമായ ഒരു ചെറുകഥയുണ്ട്. ചെറുകഥയുടെ പേര് ബെറ്റ് എന്നാണ്. അതിലൊരു ബാങ്കറും ലോയറും തമ്മിൽ ഒരു ബെറ്റ് വെക്കുന്നതാണ് കഥ. ബാങ്കർ പറയുന്നു ലോയറോട്, നിങ്ങൾക്ക് 15 വർഷം ഒരു വീട്ടിൽ തടവിൽ കഴിയാൻ പറ്റുമോ? ലോയർ ഒരു കണ്ടീഷൻ പറയുന്നു, ഞാൻ ഇരിക്കാം, 15 വർഷം ഞാൻ ആ വീട്ടിൽ തന്നെ ഇരിക്കാം, പക്ഷേ ഓരോ ദിവസവും എനിക്ക് ഓരോ പുസ്തകങ്ങൾ വായിക്കാൻ തരണം. 15 വർഷം ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ 2 മില്യൺ റൂബിൾ നിങ്ങൾക്ക് പ്രതിഫലമായി തരാമെന്ന് പറയുന്നു. അപ്പോൾ അയാൾ പറഞ്ഞ കണ്ടീഷൻ ഇത്ര മാത്രമാണ്, ഓരോ ദിവസവും എനിക്ക് വായിക്കാനായി ഓരോ പുസ്തകങ്ങൾ തരിക. അങ്ങനെ ആ കണ്ടീഷനിൽ അവർ രണ്ടുപേരും തമ്മിൽ ബെറ്റ് വെച്ചു. ലോയർ 15 വർഷം ഒരു വീട്ടിനകത്ത് തന്നെ ഇരുന്നു, മറ്റാരുമായിട്ട് ഒരു കോണ്ടാക്റ്റുമില്ല. അയാൾ പറഞ്ഞ കണ്ടീഷൻ അംഗീകരിക്കുകയും ചെയ്തു. ഓരോ ദിവസവും ഓരോ പുസ്തകങ്ങൾ വീട്ടിലെത്തും. 15 വർഷം ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ 2 മില്യൺ റൂബിളാണ് അദ്ദേഹം ഓഫർ ചെയ്തിരിക്കുന്നത്. കാലം കടന്നുപോയി, 15 വർഷം തീരാറായി. 15 വർഷം തീരുന്നതിന് 1 മണിക്കൂറിന് മുൻപ് എന്നാൽ ഇയാൾ തൻ്റെ ബെറ്റിൽ നിന്നും പിന്മാറുകയും ഇറങ്ങിപ്പോവുകയും ചെയ്തു വീട്ടിൽ. അപ്പോൾ ചോദിക്കുന്നു, നിങ്ങൾക്ക് ആ $2 മില്യൺ കിട്ടുമായിരുന്നില്ലേ 1 മണിക്കൂർ കൂടി ഇരുന്നുവെങ്കിൽ? അപ്പോൾ അദ്ദേഹം പറയുന്നു, എനിക്ക് നിന്റെ $1 പോലും, 1 റൂബിൾ പോലും ആവശ്യമില്ല. 15 വർഷം കൊണ്ട് 2 മില്യൺ റൂബിളിനേക്കാൾ കൂടുതൽ അറിവ് ഞാൻ സമ്പാദിച്ചു, എനിക്ക് അത് മാത്രം മതി. അതെ, അദ്ദേഹം 15 വർഷം കൊണ്ട് എത്ര സംസ്കാരങ്ങൾ, എത്ര ജീവിത സാഹചര്യങ്ങൾ ഓരോ പുസ്തകത്തിൽ നിന്നും കണ്ടെടുത്തു. വളരെ പ്രശസ്തമായ ഒരു ചൈനീസ് പ്രോവർബുണ്ട്, റീഡിങ് ഈസ് ദ ബെസ്റ്റ് ഫുഡ് ഓഫ് അവർ സോൾ. നമ്മുടെ ആത്മാവിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ആഹാരം വായനയാണ്. ഈ ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ 1-2 മണിക്കൂർ വായനയ്ക്കായി മാറ്റിവെക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് നാം പുസ്തകങ്ങൾ വായിക്കാൻ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഇമാജിനേഷൻ കപ്പാസിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. അവർ വായിക്കും തോറും അറിവിൻ്റെ പുതിയ ജാലകങ്ങൾ, അനുഭവങ്ങൾ അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. ഞാൻ കുറച്ച് പുസ്തകങ്ങൾ സജസ്റ്റ് ചെയ്യാം. ഈ ലോക്ക്ഡൗൺ കാലത്ത് വായിക്കാനായി ഞാൻ കരുതി വച്ചിരിക്കുന്ന കുറച്ച് പുസ്തകങ്ങൾ നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്തി തരാം. ഒന്ന് ഖലീൽ ജിബ്രാൻ്റെ പുസ്തകമാണ്. ഖലീൽ ജിബ്രാൻ്റെ 12 books in 1 എഡിഷനാണ്, കംപ്ലീറ്റ് വർക്ക് ഓഫ് ഖലീൽ ജിബ്രാൻ. ഖലീൽ ജിബ്രാൻ വളരെ പ്രശസ്തനായ ലബനീസ് എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളായി നദികളും പുഴകളും മരവും ചെന്നായയും കുറുക്കനും എല്ലാം അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളായി പല കഥകളിലും വരുന്നു. ഫാൻറ്റസിയുടെ ഉൾത്തുടുപ്പുകൾ കാണാൻ കഴിയും ഖലീൽ ജിബ്രാൻ്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ. ഇത് ഖലീൽ ജിബ്രാൻ്റെ കംപ്ലീറ്റ് വർക്ക്സ് ആണ്. വളരെ മനോഹരമായൊരു പുസ്തകമാണ്. അതുപോലെ ഖലീൽ ജിബ്രാൻ വളരെ പ്രശസ്തനായ ഒരു ചിത്രകാരൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ മനോഹരങ്ങളായ പെയിൻറ്റിങ്ങുകളും ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തതായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഫേവറേറ്റ് റൈറ്റർമാരിൽ പെടുന്ന ഒരാളാണ് ഡാൻ ബ്രൗൺ. അദ്ദേഹത്തിൻ്റെ ഇൻഫെർണോ എന്ന പുസ്തകം, റോബർട്ട് ലങ്ടൺ സീരീസിൽ വരുന്ന പുസ്തകമാണിത്. ഡാൻ ബ്രൗൺ വൺ ഓഫ് ഹിസ് ഫേമസ് ബുക്ക് ഈസ് ഇൻഫെർണോ. ഡാവിഞ്ചി കോഡ് എഴുതിയ ഡാൻ ബ്രൗൺ. വളരെ ത്രില്ലിംഗ് മൂഡിലിരുന്ന് വായിച്ചു തീർക്കാൻ പറ്റാവുന്ന ഒരു പുസ്തകം തന്നെയാണ് ഇത്. അടുത്തതായി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകം ദ ഗേൾ വിത്ത് ദി ഡ്രാഗൺ ടാറ്റു, സ്റ്റീഗ് ലാർസന്റെ വളരെ പ്രശസ്തമായ പുസ്തകമാണ്.
സ്റ്റീഗ് ലാർസനെ കുറിച്ച് ഞാൻ വളരെ ചുരുങ്ങിയ ഇതിൽ പറയാവുന്നു. Steve Largent, born in 1954, was a journalist. He was the editor-in-chief of the magazine Expo from 1990 and had previously worked at a major news agency for many years. He was one of the world's leading experts on anti-democratic, right-wing extremist and Nazi organizations and was often consulted on the account. He died suddenly and unexpectedly in November 2004, soon after delivering the manuscripts for 3 crime novels to his Swedish publisher. These novels make up the Millennium Trilogy and have gone on to sell many millions of copies worldwide. മരണത്തിന് ശേഷമാണ് ഇദ്ദേഹം പ്രശസ്തനാകുന്നത്. അതിനു മുമ്പ് തന്നെ അദ്ദേഹം മാനുസ്ക്രിപ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഇദ്ദേഹമാണ് സ്റ്റീഗ് ലാർസൺ. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ബുക്കാണ് ദ ഗേൾ വിത്ത് ദ ഡ്രാഗൺ ടാറ്റു. ത്രില്ലർ മൂഡിലുള്ള ഒരു നോവലാണിത്. അതൊരു മേജർ ഫിലിമും ആക്കിയിട്ടുണ്ട്. വളരെ രസകരമായി വായിച്ചു പോകാവുന്ന ഒരു ബുക്കാണ്. അടുത്തതായി ഞാൻ പറഞ്ഞതുപോലെ ഡാൻ ബ്രൗണിൻ്റെ മറ്റൊരു ബുക്കാണ് ദ ലോസ്റ്റ് സിംബൽ. മാത്തമാറ്റിക്സും ക്രിപ്റ്റോഗ്രാഫിയും തുടങ്ങിയ മേഖലകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പുസ്തകം വളരെ രസകരമായ വായനാ അനുഭവം തന്നെ നൽകും. ദ ലോസ്റ്റ് സിംബൽ റിട്ടൺ ബൈ ഡാൻ ബ്രൗൺ. ഓക്കെ, അടുത്ത ഒരു പുസ്തകം കൂടി ഞാൻ ഡാൻ ബ്രൗണിൻ്റെ പരിചയപ്പെടുത്താം. അത് ഒറിജിൻ റിട്ടൺ ബൈ ഡാൻ ബ്രൗൺ. ഇറ്റ് ഈസ് ആൾസോ ആൻ അമേസിംഗ് വർക്ക്, അമേസിംഗ് റിസർച്ച് വർക്ക്. ഓക്കെ, നെക്സ്റ്റ് നമുക്കെല്ലാം യാത്രകൾ ഇഷ്ടമാണ്. യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന മറ്റൊരു പുസ്തകമാണ് ആൻഡൺ ചെഗുവേരയുടെ ദി മോട്ടോർ സൈക്കിൾ ഡയറീസ്. ഡോക്ടർ ഏണസ്റ്റ് ചെഗുവേര എഴുതിയ ദി മോട്ടോർ സൈക്കിൾ ഡയറീസ്. ചെഗുവേരയെ കുറിച്ച് നാം ഒരുപാട് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു വിപ്ലവ നക്ഷത്രമാണ്. പാവങ്ങൾക്ക് വേണ്ടി വളരെയധികം സഹായങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ഡോക്ടർ കൂടിയാണ് അദ്ദേഹം. ഏണസ്റ്റ് ചെഗുവേരയുടെ ദി മോട്ടോർ സൈക്കിൾ ഡയറീസ്. ഓക്കെ, അടുത്തതായി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്കെല്ലാം അറിയാം, കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട അറേബ്യൻ സ്റ്റോറീസ്. 1001 അറേബ്യൻ കഥകൾ നാം വായിച്ചിട്ടുണ്ട്. അതിൽ വളരെ HNC പബ്ലിക്കേഷൻസ് പബ്ലിഷ് ചെയ്ത ബുക്കാണ് എവർ ലൗഡ് അറേബ്യൻ സ്റ്റോറീസ്. വളരെ മനോഹരമായ കുട്ടിക്കഥകളാണ് ഈ പുസ്തകത്തിലുള്ളത്. അടുത്തതായി ചലച്ചിത്ര അക്കാദമിയുടെ കേരള ചലച്ചിത്ര അക്കാദമി പുറത്തിറക്കിയ ഒരു പുസ്തകമാണ് ഇത്. വെർണർ ഹെർസോഗിനെ കുറിച്ചാണ്. 19-ാം വയസ്സിൽ ആദ്യ ചിത്രം പബ്ലിഷ് ചെയ്ത വെർണർ ഹെർസോഗ്. പിന്നീട് അദ്ദേഹം ഡോക്യുമെന്ററികൾ അടക്കം 50-ലേറെ ചിത്രങ്ങൾ, ഒരുപാട് അവാർഡുകൾ, വിവാദങ്ങൾ, വാക്കേറ്റങ്ങൾ, കിംവദന്തികൾ. 68-ാം വയസ്സിലും വെർണർ ഹെർസോഗ് ഇതെല്ലാം ഇപ്പോഴും പിന്തുടരുന്നു. ഇയാളൊരു പിശാചാണെന്നും പിടികിട്ടാ പുള്ളിയാണെന്നും കിറുക്കനാണെന്നും ഒത്തിരി കിംവദന്തികളുണ്ട്. വളരെ ജീനിയസായ വെർണർ ഹെർസോഗിനെ കുറിച്ചുള്ള പുസ്തകമാണ്. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി. അടുത്തതായി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകം നോ യുവർ വേൾഡ് എന്നാണ്. സിസോ ബുക്സ് ആണ് ഇതിൻ്റെ പബ്ലിഷർ. നോ യുവർ വേൾഡ് ശാസ്ത്ര സംബന്ധമായ ഒത്തിരി അറിവുകൾ പകർന്നു നൽകുന്ന വളരെ മനോഹരമായ ഒരു പുസ്തകമാണ്. കുട്ടികൾക്ക് ഇത് ഒത്തിരി ഇഷ്ടപ്പെടും. തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് നോ യുവർ വേൾഡ്. ഒരുപാട് സയൻറ്റിഫിക് ഫാക്റ്റുകളെ കുറിച്ച് ഈ പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നു. അടുത്തതായി കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എഴുതിയ ഒരു ചെറുകഥാ സമാഹാരമാണ് നിദ്ര നിഴൽ നിശബ്ദത എന്ന ചെറുകഥാ സമാഹാരം. ഇത് ഞാൻ BSc തേർഡ് ഇയറിന് പഠിക്കുമ്പോൾ മാർവാനിയസ് കോളേജിൽ വെച്ച് പബ്ലിഷ് ചെയ്ത പുസ്തകമാണ്. R. റോഷൻ എന്ന എൻ്റെ സുഹൃത്താണ് ഇതിൻ്റെ പബ്ലിഷ്. ചെറുകഥകളുടെ സമാഹാരമാണ് ഈ പുസ്തകം. ഓക്കെ, ഇതിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു ചെറിയ കഥ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. കഥയുടെ പേര് പ്രയാണങ്ങളുടെ ദീനത. കഥ ഇങ്ങനെയാണ്. ഒരിക്കൽ ചങ്ങല ഭ്രാന്തനോട് ചോദിച്ചു, നിനക്ക് ഭ്രാന്ത് കുറയുമ്പോൾ നീ എന്നെ ഉപേക്ഷിക്കുമോ? ഭ്രാന്തൻ പറഞ്ഞു, നേടിയവരും ഉപേക്ഷിച്ചവരും തമ്മിലുള്ള വ്യത്യാസം അന്വേഷിച്ചാണ് എനിക്ക് ഭ്രാന്ത് പിടിവിട്ടത്. കാലം കടന്നു. ഭ്രാന്തൻ ചങ്ങലയെ ഉപേക്ഷിച്ച് യാത്രയായി.
എല്ലാ യാത്രകളും അതിരുകളില്ലാത്ത ദൈവത്തിൻ്റെ പാപമാണ്. കഠിനമായ ഏകാന്തതയിൽ ചങ്ങല ആദി പൂണ്ടു. ഒടുവിൽ ഓർമ്മകളെ ഉണർത്താതെ ചങ്ങല തുരുമ്പ് തേടിയിറങ്ങി. ഫാൻറ്റസിയിൽ ഉൾപ്പെടുന്ന ചെറുകഥകളാണ്. ഇതിന് അവതാരിക എഴുതി തന്നത് ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറാണ്. അദ്ദേഹത്തെ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. നല്ലൊരു വായനക്കാരൻ കൂടിയാണ് ജോർജ് ഓണക്കൂർ സാർ. അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പോട് കൂടിയാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. അവതാരിക എഴുതി തന്ന ജോർജ് ഓണക്കൂർ സാറിനെ ഞാൻ ഇപ്പോഴും സ്മരിക്കുന്നു. ഓർക്കുക, വായന ചെറിയൊരു കാര്യമല്ല. അത് ഒത്തിരി നമ്മുടെ ബ്രെയിൻ പവർ കൂട്ടുക തന്നെ ചെയ്യും. കുട്ടികൾക്ക് ഈ ലോക്ക്ഡൗൺ സമയത്ത് നിങ്ങൾക്കാവുന്നത്ര പുസ്തകങ്ങൾ സമ്മാനമായി നൽകുക. അവർ വായിച്ച് വളരട്ടെ. അവർ ഓരോ സംസ്കാരങ്ങളെ തിരിച്ചറിയട്ടെ. ഓരോ പുസ്തകവും ഓരോ സംസ്കാരങ്ങളാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഓരോ ജന്മത്തിലും ജീവിച്ചു തീർക്കേണ്ട ഓരോ ജന്മങ്ങളെക്കുറിച്ചും നമുക്കറിയാൻ പറ്റും. ഗാന്ധിജിയുടെ ബുക്ക് വായിക്കുമ്പോൾ നാം ഗാന്ധിജിയായി മാറും. സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചാണെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച്. മാധവിക്കുട്ടിയുടെ പുസ്തകം വായിക്കുമ്പോൾ നാം മാധവിക്കുട്ടി കടന്നുപോയ മാനസികാവസ്ഥകളിലൂടെ കടന്നു പോകും. ഓരോ അനുഭവങ്ങൾ നമുക്ക് നൽകുന്നു. ഓർക്കുക, റീഡിംഗ് ഈസ് ദ ബെസ്റ്റ് ഫുഡ് ഓഫ് അവർ സോൾ. Thank you for watching. For more educational videos, please subscribe our channel. This is your Ramesh Amnas signing out.